മൗനരാഗം. രചന, അവതരണം ഋതു. ശ്രീലക്ഷ്മിയുടെ അസ്വസ്ഥമായ മുഖം കണ്ട് ജിത്തുവിനും വല്ലായ്മ തോന്നി. അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറുന്നത് കണ്ട് ജിത്തു പിന്നെ കാണാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. അശ്വതി അല്പം ലേറ്റായാണ് എത്തിയത്. അറിയാതെ പോലും അവർ പരസ്പരം നോക്കിയിരുന്നില്ല. ശ്രീലക്ഷ്മിയോട് കൂടെയുള്ളവർക്കെല്ലാം എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ശ്രീഹരിയുടെ മുഖമോർത്ത് അവർ അതെല്ലാം അടക്കി വെച്ചു. ഉച്ചയ്ക്ക് ശേഷം അവസാനത്തെ പീരീഡ് കെമിസ്ട്രി ആയിരുന്നു. നന്ദൻ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ലച്ചുവിനെ ഇടയ്ക്കിടെ പാളി നോക്കി. അവൾ അത് ശ്രദ്ധിച്ചെങ്കിലും മൈൻഡ് ചെയ്യാൻ പോയില്ല. പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തോന്നാത്തതിനാൽ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും അവൾക്ക് തോന്നിയില്ല. ക്ലാസ് കഴിഞ്ഞ് പോകാനായി തുനിഞ്ഞ നന്ദൻ ഡോറിനടുത്ത് ഒരു നിമിഷം നിന്നു. കഴിഞ്ഞ ആഴ്ച ലാബ് മിസ്സാക്കിയവർ ഇന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് റെക്കോർഡ് കാണിച്ച് സൈൻ വാങ്ങിയിട്ട് പോയാൽ മതി, എത്ര ലേറ്റ് ആയാലും, കേട്ടല്ലോ. പുസ്തകങ്ങൾ ബാഗിലേക്ക് എടുത്തു വയ്ക്കുകയായിരുന്ന ലച്ചു ഒന്ന് നിന്നു. ലീവായതിനാൽ ഒരു ലാബ് അവൾക്ക് മിസ്സായതാണ്. ചുറ്റും നോക്കി. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവണം. പക്ഷേ ആരോട് ചോദിക്കും? എല്ലാവരും ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവൾ വേഗം റെക്കോർഡ് കയ്യിലെടുത്ത് ബാഗ് ഷോൾഡറിലിട്ട് ലാബിലേക്ക് നടന്നു. ഡോറിനടുത്ത് നിന്ന് അകത്തേക്ക് എത്തി നോക്കി. പെട്ടെന്ന് മുൻപിലായി നന്ദൻ കയറി നിന്നു. അവിടെ മറ്റു കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ കംപ്ലീറ്റ് അല്ല അല്ലേ? അയാൾ മാറി നിന്ന് അകത്തേക്ക് കയറാൻ അനുവദിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല സർ, ഞാൻ ലീവായിരുന്നു. അവൾ അകത്തേക്ക് മൊത്തമായി ഒന്ന് നോക്കി. ഇല്ല, വേറെ ആരുമില്ല. സാധാരണ ഒരു ലാബ് അസിസ്റ്റൻ്റ് ഉണ്ടാവാറുണ്ട്, രാധേച്ചി. അവരെയും കാണുന്നില്ല. വർക്ക് തുടങ്ങാൻ ഇനി ഞാൻ നിന്നോട് പ്രത്യേകം പറയണോ? എവിടെ നിന്റെ റെക്കോർഡ്? നന്ദൻ്റെ രൂക്ഷമായ വാക്ക് കേട്ട് അവൾ പതറിയെങ്കിലും റെക്കോർഡ് മുന്നോട്ട് നീട്ടി. അവളെ ഇരുത്തി ഒന്ന് നോക്കി അയാൾ തൻ്റെ ടേബിളിൽ ചെന്നിരുന്നു. ശ്രീലക്ഷ്മി പ്രാക്ടിക്കൽ ചെയ്യാനായി തുടങ്ങി. ഇടയ്ക്ക് സമയം നോക്കിയപ്പോൾ 4:30 കഴിഞ്ഞു. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് അവൾ നന്ദനെ വിളിച്ചു. അയാൾ അവളുടെ അടുത്ത് ചെന്ന് എല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെയാണ്, ഇതെല്ലാം നാളെ വരുമ്പോൾ റെക്കോർഡിൽ എഴുതണം. ശരി സർ. പിന്നെ ശ്രീഹരി ആളെങ്ങനെ? മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ലച്ചു പിടിച്ചു കെട്ടിയ പോലെ നിന്നു. മനസ്സിലാകാതെ പോലെ അവനെ തിരിഞ്ഞു നോക്കി. ഞാൻ ചോദിച്ചത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ല അല്ലേ? നോ സർ. അവൻ ആളെങ്ങനെ? സ്ട്രോങ് ആണോ? അവനെപ്പോലൊരുത്തൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? അവളുടെ കഴുത്തിലും മാറിലും ചൂഴ്ന്നു നോക്കിക്കൊണ്ട് നന്ദൻ ചോദിച്ചപ്പോൾ വിശ്വസിക്കാനാവാത്തതുപോലെ ശ്രീലക്ഷ്മി തറഞ്ഞു നിന്നു. കുറ്റിത്താടിയിൽ തടവിക്കൊണ്ട് ഇൻസൈഡ് ചെയ്ത ഷർട്ട് അയാൾ വലിച്ച് പുറത്തേക്കിട്ടു. ശ്രീലക്ഷ്മി ഒരു നിമിഷം വിറച്ചു. ശരീരത്തിൽ ഭയം തണുപ്പ് പോലെ പടർന്നു പിടിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ചോദിച്ചത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ലേ? അവനെ പോലൊരുത്തൻ നിന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നീ അത്രയും വലിയ സ്പെഷ്യൽ പീസ് ആയിരിക്കണമല്ലോ. നീ കാണാത്ത മറ്റൊരു മുഖമുണ്ട് അവന്. അതറിഞ്ഞിട്ടുണ്ടോ നീ? അത് വിട്, അത് നമ്മുടെ വിഷയമല്ല. അവൻ അത്രയും മോഹം തോന്നിയ നിന്നെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും എങ്ങനെയാ വെറുതെ വിടുന്നേ? ശ്രീലക്ഷ്മിയുടെ കാല് ചലിക്കാനാകാത്ത വിധം ഉറഞ്ഞു പോയിരുന്നു. രാവിലെ തൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്തത് മാത്രമല്ല ഈ ഭാവമാറ്റത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ വേറെയും ഉണ്ട് എന്ന് അവൾക്ക് തോന്നി. സാർ എന്ത് വൃത്തികേടാ പറയുന്നേ? നിങ്ങളൊരു അധ്യാപകനല്ലേ? ഒരു സ്റ്റുഡൻറ്റിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ബിഹേവ് യുവർ സെൽഫ്. സാറിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. ധൈര്യം സംഭരിച്ച് അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞ് വാതിലിനടുത്തെത്തിയെങ്കിലും നന്ദൻ നീണ്ട മുടിയിലായി കുത്തനെ പിടിച്ച് അവളെ പുറകോട്ട് വലിച്ചു. അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ അവൾ ബാലൻസ് തെറ്റി താഴേക്ക് വീണു. അതേ നിമിഷം നന്ദൻ ലാബിൻ്റെ വാതിൽ വലിച്ചടച്ച് കുറ്റിയിട്ടു. ആ വീഴ്ചയിൽ അവളുടെ തല തറയിൽ ശക്തമായി അടിച്ചു. ശരീരമാകെ ഒരു മരവിപ്പ് പടർന്നു. 2 കൈയും കാലും കുത്തി അവൾ പുറകോട്ട് നിരങ്ങി നീങ്ങി. ഹേയ് റിലാക്സ്. നീ ഇങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. നീ എൻ്റെ മുന്നിൽ കിടന്നു തരാനൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് എന്നെ ഒന്ന് സുഖിപ്പിച്ചു വിട്ടാൽ മതി.
അതും പറഞ്ഞവൻ തൻ്റെ പാൻറ്റിൻ്റെ മുൻഭാഗത്ത് പതിയെ തടവി. വല്ലാത്ത ഭാവത്തോടെ കണ്ണുകൾ അടച്ചു. ശ്രീലക്ഷ്മിയുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അതേ സമയത്താണ് ബാഗിൽ നിന്ന് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. അടുത്തേക്ക് വരുന്ന നന്ദനെ നോക്കിക്കൊണ്ട് അവൾ ബാഗിൽ തപ്പി ഫോൺ കയ്യിലെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അത് തട്ടിപ്പറിച്ചു. ശ്രീഹരി കോളിംഗ്. എന്താടി, നിന്നെ കുറച്ച് സമയം കാണാതെ അവൻ ഇരിക്കാൻ പറ്റുന്നില്ലേ? അത്രയ്ക്കൊക്കെ നീ അവനെ സുഖിപ്പിക്കുന്നുണ്ടോ? ആ കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. ലുക്ക് ശ്രീലക്ഷ്മി, നിന്നെ ഞാൻ വേറൊന്നും ചെയ്യില്ല. ആ ഡ്രസ്സ് ഒന്ന് മാറ്റുക പോലും വേണ്ട. പക്ഷേ എന്നെ ഒന്ന് പരിഗണിക്കണം. ആരും അറിയില്ല, നീയും ഞാനും മാത്രം. അവൻ അത്രയും പ്രിയപ്പെട്ട ഒരാളെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എങ്ങനെയാ ഒന്നും ചെയ്യാതെ വിടുന്നേ? പ്ലീസ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. കം ഡിയർ. പിന്നെ ഇതാദ്യത്തെ കാര്യമൊന്നുമല്ല. ഇവിടുത്തെ എത്ര പിള്ളേരും സ്റ്റാഫും എൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഇരുന്നിട്ടുണ്ടെന്നറിയോ? അവർക്കൊക്കെ കൈ നിറയെ ആവശ്യമുള്ളത് എന്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധികം കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് സമയം. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ വന്യതയിൽ തിളങ്ങി. ശ്രീലക്ഷ്മി ഇരുന്നിടത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. അയാൾ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് അവൾ പുറകോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഒന്നുറക്കെ നിലവിളിച്ചാൽ പോലും കേൾക്കാൻ ആരും ഉണ്ടാവില്ല. 3-ാമത്തെ നിലയിൽ ഏറ്റവും അറ്റത്തായാണ് ലാബ്. പുറകിലെ ഡെസ്കിൽ തട്ടി അവൾ നിന്നപ്പോൾ ശരീരം പൂർണ്ണമായും കുഴഞ്ഞു പോകുന്നതായി അറിയുന്നുണ്ടായിരുന്നു. ശ്രീഹരിയുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. എത്രയും പെട്ടെന്നൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, നെഞ്ചിലൊന്ന് ചാഞ്ഞാൻ കഴിഞ്ഞെങ്കിൽ. കണ്ണുകൾ ഇറുക്കി അടച്ചപ്പോൾ അയാളുടെ കൈ അവളുടെ മുടിയെ കുത്തനെ പിടിച്ചു കഴിഞ്ഞിരുന്നു. നേരത്തെ തലയടിച്ചപ്പോൾ ഉണ്ടായ വേദന കൂടിയായപ്പോൾ ശ്രീലക്ഷ്മിക്ക് മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. എങ്കിലും മുന്നിൽ നിൽക്കുന്നവൻ്റെ വൃത്തികേട് താങ്ങുന്നതിനേക്കാൾ നല്ലത് എങ്ങനെയെങ്കിലും എതിർക്കുന്നതാണ് എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മുടി കൂട്ടിപ്പിടിച്ച കൈ തടഞ്ഞുകൊണ്ട് അവൾ അയാളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ അവളിലുള്ള പിടി അയഞ്ഞു. ഒരു വശത്തേക്ക് അയാൾ ചെരിഞ്ഞു വീണു. ആ സമയം കൊണ്ട് ശ്രീലക്ഷ്മി വാതിലിനടുത്തെത്തി ലോക്ക് തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ വയറിനെ ഒന്നാകെ വലിച്ചെടുത്ത് അയാൾ നിലത്തേക്കിട്ടു. ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചപ്പോൾ നീ ആയിട്ട് സമ്മതിക്കൂല അല്ലേ? നീ അത്ര നല്ലവളൊന്നും അല്ലാന്ന് എനിക്കറിയാം. ഇന്നലെ കണ്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ? എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്നൊരു നാടകം. അതും പറഞ്ഞവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. ശ്രീലക്ഷ്മി ഭയം കൊണ്ട് ഉറക്കെ കരഞ്ഞു. പെട്ടെന്നാണ് പുറത്തെ വരാന്തയിലൂടെ ആരോ ഓടി വരുന്ന ശബ്ദം ഉയർന്നത്. തുടർന്ന് വാതിലിലായി മുട്ടുന്ന ശബ്ദവും. ശ്രീലക്ഷ്മി നിലവിളിക്കാനായി ശ്രമിച്ചതും നന്ദൻ ഓടിച്ചെന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. മറുകൈ കൊണ്ട് 2 കൈയും പുറകിലോട്ടാക്കി ലോക്ക് ചെയ്തു. അവളുടെ എതിർപ്പുകളെല്ലാം നിഷ്പ്രഭമായി പോയി. 2 തവണ കൂടി വാതിലിൽ കൊട്ടുന്നത് കേട്ടു. അവളുടെ കണ്ണുകൾ മാത്രം അങ്ങോട്ടേക്ക് നീണ്ടു. എന്നാൽ അടുത്ത നിമിഷം അത് നിന്നു. വേദനയോടെ വീണ്ടും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആഞ്ഞു നിശ്വസിച്ച് അയാൾ അവളെ കൂടുതൽ അമർത്തിപ്പിടിച്ചു. പെട്ടെന്ന് വാതിലിനാരോ ശക്തമായി ചവിട്ടുന്നത് പോലെയുള്ള ശബ്ദമുയർന്നു. നന്ദൻ ഞെട്ടിവിറച്ചു. 2-ാമത്തെ ചവിട്ടിൽ അത് മലർക്കെ തുറന്നു വന്നു. മുന്നോട്ട് വന്നയാളെ കണ്ട് അയാൾ പകച്ചുപോയി. കൈ തനിയെ അയഞ്ഞു. ജിത്തു. താഴേക്ക് കുഴഞ്ഞുപോയ ശ്രീലക്ഷ്മി പതിയെ വിളിച്ചു. ചേച്ചി. അവൻ ഓടിച്ചെന്ന് ശ്രീലക്ഷ്മിയെ താങ്ങിപ്പിടിച്ചു. രൂക്ഷമായി നന്ദനെ നോക്കി. അനങ്ങാനാവാതെ അയാൾ ചുമരോട് ചേർന്ന് നിന്നു. ഞാനായിട്ട് തന്നെ ഒന്നും ചെയ്യുന്നില്ല. അതിന് അർഹതപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾ തന്നോളൂ. അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ ഭയം കൊണ്ട് ശരീരം വിറക്കുന്നത് അവൻ ശരിക്കും അറിഞ്ഞു. നന്ദൻ ജിത്തു പറഞ്ഞ വാക്കിൽ ഉരുകി വിളിച്ചു. തനിക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥ ഓർക്കാൻ പോലും വയ്യാതെ തലയിൽ കൈ താങ്ങി അയാൾ ഇരുന്നു പോയി. പുറത്തെ വരാന്തയിലെ ബെഞ്ചിലിരുത്തി ഒരു കുപ്പി വെള്ളവുമായി ജിത്തു ശ്രീലക്ഷ്മിയുടെ മുന്നിൽ നിന്നു. മുഖം കഴുകി കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ തന്നെ അവൾക്ക് സമാധാനം തോന്നി. എങ്കിലും തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. സാരമില്ല ചേച്ചി, അയാൾക്ക് വേണ്ടത് പലിശയും കൂട്ടുപലിശയും സഹിതം കിട്ടിക്കോളും. ജിത്തു ഉറപ്പോടെ പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ തലയുയർത്തി. അവൻ കണ്ണിറുക്കി കാണിച്ചു. എൻ്റെ ഫോൺ എവിടെ? ശ്രീയേട്ടനെ വിളിക്കണം. അവൾ ബാഗിൽ നിന്ന് അവളുടെ ഫോൺ എടുത്തു കൊടുത്തു. ശ്രീഹരിയുടെ പേര് നോക്കി ഡയൽ ചെയ്യുമ്പോൾ അവളുടെ കാലും കൈയും വിറച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ കോൾ കണക്റ്റായി.
ഏത് നരകത്തിൽ പോയി കിടക്കുക നീ? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയത്? സമയം എത്രയായെന്ന് അറിയോ ഇപ്പോൾ? വാ തുറന്ന് വല്ലതും പറലച്ചു. നിനക്കെന്താ ചെവി കേട്ടൂടെ? മനുഷ്യനെ തീ തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക നീ. നിനക്കെന്താ എല്ലാം തമാശയും കളിയാണോ? അവൻ്റെ അലർച്ച മാറി നിൽക്കുന്ന ജിത്ത് വരെ കേട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും ചുണ്ടിൽ ചെറിയ ചിരി പടർന്നു. അവൾക്ക് അവനെ കാണാൻ തോന്നി. ഞാനിവിടെ കോളേജിൽ തന്നെയുണ്ട്. ലാബ് ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായി ഒന്ന് തലകറങ്ങി. കുഴപ്പമൊന്നുമില്ല. ശ്രീയേട്ടൻ എവിടെയാ? ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാൻ വരാവോ? അവൾ മടിയോടെയാണ് അത് ചോദിച്ചത്. മര്യാദയ്ക്ക് എന്തെങ്കിലും തിന്നണം. രാവിലത്തെ നിന്റെ കൊത്തിപ്പിറകൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. പുറത്തേക്ക് വാ, ഞാനിവിടെ ഉണ്ട്, ഗേറ്റിനടുത്ത്. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. തൻ്റെ ഈ അവസ്ഥ കണ്ടാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ശ്രീയേട്ടന് മനസ്സിലാകും. ആ സ്വഭാവം അനുസരിച്ച് സാറിൻ്റെ എല്ലും തോലും മാത്രമേ ബാക്കി കാണൂ. താൻ കാരണം വീണ്ടും ഒരു കുഴപ്പം വേണ്ട. അവളത് തീരുമാനിച്ചിരുന്നു. ഫോൺ കട്ട് ചെയ്ത് അവൾ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ ജിത്തു തടഞ്ഞു. ഒരു മിനിറ്റ്, ഞാനൊന്ന് ബാഗ് എടുത്തിട്ട് വരാം. ക്ലാസ്സിലാ, ഇവിടെ ഇരിക്കെ. അതും പറഞ്ഞവൻ ക്ലാസ്സിലേക്ക് ഓടി. പോകുന്ന വഴിക്ക് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശ്രീലക്ഷ്മി ചുമരിൽ തല ചേർത്ത് കണ്ണടച്ചിരിക്കുന്നത് കണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഏട്ടാ, ആ പുന്നാര മോനെ വെറുതെ വിടരുത്. ജിത്തുവിൻ്റെ കൈയും പിടിച്ചാണ് അവൾ കോളേജിന് പുറത്തിറങ്ങിയത്. ഓപ്പോസിറ്റായി തൻ്റെ ബുള്ളറ്റിൽ വലത്തെ കാലും താങ്ങി രണ്ട് കൈയും നെഞ്ചോട് ചേർത്ത് കെട്ടി നിൽക്കുന്നവൻ്റെ രൂക്ഷമായ നോട്ടം കണ്ട് അവൾക്ക് വീണ്ടും പേടി തോന്നി. അവിടെ ഉണ്ടായ കാര്യം ഒന്ന് പറഞ്ഞേക്കല്ലേ പ്ലീസ്, സാറിനെ കൊന്നു കളയും. മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ പതിയെ അവൾ പറഞ്ഞു. അല്ലേലും അയാളുടെ കാര്യം പോക്കാം. എന്താ? ഒന്നുമില്ല, വാ നടക്ക്. എന്നെയാണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ബോഡി ഗാർഡ് നോക്കി ദയിപ്പിക്കുന്നുണ്ട്. എടുത്തിട്ട് തല്ലോ? അവൾക്കും അതിൽ സംശയം തോന്നിയിരുന്നു. ക്ലാസ് 3:30 കഴിയുന്നതിനാൽ കോളേജിലെ പിള്ളേരെല്ലാം ഏകദേശം പോയിരുന്നു. റോഡ് ക്രോസ് ചെയ്ത് ശ്രീഹരിയുടെ മുന്നിൽ 2 പേര് നിന്നു. അവൻ്റെ പ്രതികരണം എന്താകുമെന്നറിയാതെ അവൾ ഉഴറി. ഹായ്, ഐ ആം ജിത്തു. യാതൊരു കൂസലുമില്ലാതെ ശ്രീഹരിക്ക് നേരെ അവൻ കൈനീട്ടി. മുന്നിൽ നിൽക്കുന്ന ചെക്കനെ ആകെ മൊത്തം ഒഴിഞ്ഞുകൊണ്ട് അവൻ ശ്രീലക്ഷ്മിയെ നോക്കി. ഫോൺ എന്തിനാ നിനക്ക്? വൈകുമെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? നീട്ടിയ കയ്യിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ശ്രീഹരിയോട് ജിത്തു ചുണ്ടുകോട്ടി പുച്ഛിച്ചു. സമയം കിട്ടിയില്ലായിരുന്നു, അതാ. കയറ്. അവൻ അതും പറഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈഡിൽ കൂടി കയറാൻ നിന്നവളെ ശ്രീഹരി തടഞ്ഞു. അങ്ങനെ ഇരിക്കണ്ട, 2 സൈഡിലും കാലിട്ടിരിക്ക്. അവൾ വല്ലായ്മയോടെ അവൻ പറഞ്ഞതുപോലെ ഇരുന്നു. ചുരിദാർ ഷാളിൽ മുറുകിയ കൈകൾ നീട്ടി വലിച്ച് തൻ്റെ വയറിനോട് ചേർത്ത് അവൻ ഇറുക്കി പിടിച്ചു. ഇങ്ങനെ പിടിച്ചാൽ മതി, അല്ലേൽ റോഡിൽ വീണ് തുടച്ചെടുക്കേണ്ടി വരും നിന്നെ. അവൾ ആകെ വിറച്ചുപോയി. ശരീരം കൂടുതൽ അവനോട് ചേർന്നു. ബുള്ളറ്റ് മുന്നോട്ടെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മീശ പിരിച്ചുകൊണ്ട് ജിത്തുവിനെ നോക്കി. എന്താടാ? ഏയ് ഒന്നുമില്ല. ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് മുന്നോട്ട് ബുള്ളറ്റ് എടുത്തു. ശ്രീലക്ഷ്മി തല ചെരുത്ത് ജിത്തുവിനോട് യാത്ര പറഞ്ഞു.